ഗണേഷ് സുബ്രഹ്മണ്യം, ശില്പി, തിരുവനന്തപുരം പൂജപ്പുര സ്വദേശി. 17 വർഷമായി ശില്പകലാരംഗത്ത് പ്രവർത്തിക്കുന്നു. നാനോ ശില്പിയായാണ് അറിയപ്പെടുന്നത്. 2013 വേൾഡ് റെക്കോർഡ് ഓഫ് ഹോങ്കോങ്, 2011 ലണ്ടൻ എലൈറ്റ് വേൾഡ് റെക്കോർഡ്, 2017 ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഇവ കരസ്ഥമാക്കിയിട്ടുണ്ട്. 2009 ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയിൽ നിന്ന് തിരുവിതാംകൂർ സ്വർണ്ണ പതക്കം ലഭിച്ചിട്ടുണ്ട്. 2018 നാനോ ശില്പങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്ക് ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റും നേടി. കുലത്തൊഴിലായ സ്വർണ്ണാഭരണ രംഗത്തു നിന്നുമാണ് നാനോ ശില്പങ്ങളുടെ ലോകത്തേക്ക് ഗണേഷ് ചുവടുമാറ്റിയത്. നഗ്നനേത്രം കൊണ്ട് കാണുമ്പോഴുള്ളവ വെറുമൊരു തരി ലെൻസിലൂടെ കാണുമ്പോൾ വിസ്മയകരമായ രൂപഭംഗിയോടെയുള്ള ശില്പമായി മാറുന്നതാണ് നാനോ ശില്പകലയുടെ പ്രത്യേകത. ഒരു കടുകുമണി വലുപ്പത്തിലുള്ള തോണിയും തോണിക്കാരനുമാണ് ഈ നിരയിലെ ആദ്യ സൃഷ്ടി. തുടർന്ന് 50-ൽ പരം സ്വർണ്ണത്തരി ശില്പങ്ങൾ നിർമ്മിച്ചു. മാസങ്ങൾ നീണ്ട പരിശ്രമങ്ങളുണ്ട് ഓരോ ശില്പത്തിനു പിന്നിലും. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ആ പരിശ്രമങ്ങളെല്ലാം പാളിപ്പോവാൻ. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമും നടൻ മോഹൻലാലും ഗണേഷിന്റെ കരവിരുതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ കലാശേഖരത്തിലും ശില്പങ്ങൾ ഇടം നേടി. സൂചിക്കുഴയിൽ ഒരുമിച്ച് നിൽക്കുന്ന 3 ആനകൾ, അരിമണിക്കു മുകളിലെ നടരാജ വിഗ്രഹം, 3.5 മില്ലിമീറ്റർ നീളത്തിലുള്ള അനന്തശയനം, സൂചിക്കുഴിയിലെ നമ്പർ ലോക്ക്, മൊട്ടുസൂചിയുടെ മൊട്ടിൽ നിൽക്കുന്ന ക്രൂശിത ക്രിസ്തു, അരിമണിയിലെ മക്കയും മദീനയും, സ്വർണ്ണത്തരിയിലെ പഞ്ചമുഖ ഗണപതി, ദശാവതാരം, താജ്മഹൽ, ടൈറ്റാനിക്, ഗാന്ധിജി, അബ്ദുൽ കലാം, മദർ തെരേസ, സ്വാമി വിവേകാനന്ദൻ എന്നിവയെല്ലാം ഗണേഷിന്റെ ശ്രദ്ധേയമായ സൃഷ്ടികളാണ്. കോവിഡ് മഹാമാരിയിൽ നിന്നുള്ള മനുഷ്യമോചനം പ്രമേയമായുള്ള എസ്കേപ്പ് ഫ്രം കോവിഡ്, പുകവലിക്കെതിരായ ബേൺഡ് ലൈവ്സ് എന്നീ ശില്പങ്ങളും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം VGT ഹാളിലും 2015 തിരുവനന്തപുരം ISROയിലും, 2014 ആലപ്പുഴയിലും, 2015 ന്യൂഡൽഹിയിലും, 2016 ഹൈദരാബാദിലും, 2014 ചെന്നൈയിലും പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ പ്രവർത്തിക്കുന്ന നാനോ ക്രാഫ്റ്റ് ആർട്ട് ഗാലറിയുടെ ചുമതലയും വഹിക്കുന്നു.